ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി. ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി. ഇനി 9ാമത്തെ സർഗം, നവമസർഗം അഥ അപരക്രിയ. ഈ സർഗത്തില് അപരക്രിയയാണ് പ്രതിപാദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപരക്രിയയ്ക്ക് ഷോഡശ സംസ്കാരത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഷോഡശ സംസ്കാരം എന്ന് പറഞ്ഞാൽ 16 തരത്തിലുള്ള സംസ്കാരങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ക്രമപ്രകാരം പൂർവ ഋഷിമാർ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രത്യേകിച്ചും ഗൃഹസ്ഥരുടെ ജീവിതത്തിൽ. അതിലൊന്നാണ് അന്ത്യേഷ്ടി. അതിന് അന്ത്യേഷ്ടി എന്നാണ് പറയുക. അപരക്രിയ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. എല്ലാവരും മരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശരീരം ഉണ്ടായി നശിക്കുന്നതാണ്. ജനിക്കുമ്പോൾ എന്തൊക്കെ വേണമെന്ന് നമ്മൾ പറഞ്ഞു, മരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ശിഷ്യ ഊചുഹു കരുണാരസകല്ലോല മാലാന്ത സ്ഥിതമാനസഃ സംശീതിരപരാകാചിത് അസ്മാകം ഭവതി പ്രഭോ. കരുണാരസകല്ലോല മാലാന്തസ്ഥിതമാനസഃ. കരുണരസമാകുന്ന തിരമാല. കല്ലോലം എന്ന് പറഞ്ഞ തിരമാല, കല്ലോലമാല എന്ന് പറഞ്ഞ തിരമാല. അന്തസ്ഥിതമാനസഃ, കരുണയാകുന്ന തിരമാലകൾ അകമേ സ്ഥിതി ചെയ്യുന്ന മനസ്സോടുകൂടിയ പ്രഭു. ഗുരുവിനെ പ്രഭു എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. ഗുരുവിൻ്റെ അന്തരംഗം കരുണാമസൃണമാണ്, കാരുണ്യത്തിൻ്റെ നിറവാണ്. കാരുണ്യമാകുന്ന തിരമാലകൾ ഇങ്ങനെ ആർത്തലക്കുന്നത് കൊണ്ട് ബാഹ്യലോകത്തിലെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഗുരുവിൻ്റെ കൂടെ പ്രശ്നമായിട്ട് ഗുരു മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പരിഹാരമാണ് ഗുരു നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കരുണാരസ കല്ലോലമാലാന്തസ്ഥിത മാനസ അസ്മാകം, ഞങ്ങൾക്ക് അപരാകാചിത്, വേറൊരു സംശീതി ഭവതി, സംശയമുണ്ട്. ശിഷ്യന്മാർ ഗുരുവിനോട് പറയാണ്, ഞങ്ങൾക്ക് വേറൊരു സംശയം കൂടിയുണ്ട്. ഇതുവരെ ഗാർഹസ്ഥ്യ ജീവിതത്തിലെ വിവാഹം, കുട്ടികളെ പ്രജോത്പാദനം, അതുപോലെ എങ്ങനെ സഹകരണത്തോടുകൂടി സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടുള്ള ഗൃഹസ്ഥാശ്രമം ജീവിക്കാം എന്നതിനെയൊക്കെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വേറൊരു സംശയം കൂടി ശിഷ്യന്മാർക്കുണ്ടായി. ഈ സംശയങ്ങളെല്ലാം ശിഷ്യന്മാരുടെ ജീവിതത്തിന് വേണ്ടിയല്ല, ലോകത്തിൻ്റെ ജീവിതത്തിനെ സാരവത്താക്കാൻ വേണ്ടിയിട്ടാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്. ശിഷ്യന്മാർ ഈ ചോദ്യങ്ങളെല്ലാം ഗാർഹസ്ഥ്യ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. അഥ അപരക്രിയ. കേനാപി ഹേതുനാമർത്യോ മൃത്യുമാപ്നോത്യ സംശയം പ്രേതസ്യ കിം വാ കർത്തവ്യം ഇത്യുക്താ താമപാകുരു. മർത്യ, മനുഷ്യൻ, കേനാപി ഹേതുന, ഏതെങ്കിലും കാരണത്താൽ മൃത്യു, മരണത്തെ ആപ്നോതി, പ്രാപിക്കുന്നു. മനുഷ്യൻ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മരണത്തെ പ്രാപിക്കും. മരണത്തെ പ്രാപിക്കാതിരിക്കില്ല, അസംശയം എന്നതിന് സംശയമില്ല. പ്രേതസ്യ, മരിച്ചവന്, കിംവാ കർത്തവ്യം, എന്താണ് ചെയ്യുവാനുള്ളത്, താം, ആ സംശയത്തെ, അപാകുരു, നിവർത്തിച്ചാലും, ഇതി ഉക്ത എന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാര് ഗുരുവിനോട് സംശയം ചോദിക്കുകയാണ്. നമ്മളെല്ലാവരും മരണത്തെ പ്രാപിക്കും. ചെറിയ എന്തെങ്കിലും കാരണം കൊണ്ട് മരണത്തെ പ്രാപിക്കുന്നവരുണ്ട്. രോഗങ്ങൾ വന്ന് ഒട്ടേറെ ക്ലേശങ്ങളും പീഡകളും അനുഭവിച്ച് മരണത്തെ പ്രാപിക്കുന്നവരുണ്ട്. നനച്ചിരിക്കാതെ വിട്ടുപോകുന്നവരുണ്ട്. സമാധിസ്ഥിതരാകുന്നവരുണ്ട്. പലതരത്തിൽ മരണത്തെ വരവേൽക്കുന്നവരാണ്.
എല്ലാവരും, എല്ലാ മനുഷ്യരും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചവന് പ്രേതസ്യ, പ്രേതം എന്ന് പറയുന്നത് മരിച്ച വ്യക്തി, കിം വാ കർത്തവ്യം, എന്താണ് ചെയ്യുവാനുള്ളത്? ഈ സംശയത്തെ നിവർത്തിപ്പിച്ചാലും എന്താണ് മരണം എന്ന് പറയുന്നത് തന്നെ? ശരിക്കും നമുക്കറിയാം, നമ്മൾ മരിച്ച ആളുകൾ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ മരിച്ചു കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് കാണാൻ കഴിയില്ല. വേറെ ആളുകൾ മരിച്ചു കിടക്കുന്നത് നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ തന്നെയായിരിക്കും നമ്മളും കിടക്കുക എന്ന് നമുക്ക് വിഭാവനം ചെയ്യാനേ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അത് വിഭാവനം ചെയ്യുന്നത് നന്നായിരിക്കുമെന്നാണ് യഥാർത്ഥത്തിൽ മഹാത്മാക്കൾ പറയുന്നത്. മരണ വീട്ടിൽ പോയി ആ താടിയും തലയും ചേർത്ത് കെട്ടിയിരിക്കുന്നതും കാലുകൾ രണ്ടും ചേർത്ത് കെട്ടിയിരിക്കുന്നതും മൂക്കിലും ചെവിയിലൊക്കെ പഞ്ഞി വെച്ചിരിക്കുന്നതും ഒക്കെ ഒന്ന് നോക്കിയിരിക്കണം. എന്നിട്ട് ആ സ്ഥാനത്ത് നമ്മളെ കാണണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ജീവിതം എന്ന് പറയുന്നത് ഇതേപോലെ കിടക്കാനുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴിത് ഓർക്കുമ്പോൾ മറ്റുള്ളവരോട് പെരുമാറുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് സ്നേഹിക്കാനും സന്തോഷം പങ്കിടാനും ഒക്കെ കഴിയണം എന്ന് ഓർക്കാൻ ഇത് സഹായിക്കും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എന്താ, നമ്മൾ ഈ ലോകത്ത് അനന്തമായ കാലത്തോളം ഇങ്ങനെ ഭോഗങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ടാണ് നിസാര കാര്യങ്ങൾക്ക് തട്ടിക്കേറുന്നതും വഴക്കുണ്ടാക്കുന്നതും ക്രോധം കൊണ്ട് നമ്മൾ കത്തിക്കാളുന്നതൊക്കെ. രമണ മഹർഷിക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് രമണ മഹർഷി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു ദിവസം രമണ മഹർഷിക്ക് 16 വയസ്സുള്ള സമയത്ത് രമണ മഹർഷിക്ക് ഒരു അനുഭവം ഉണ്ടായി. പെട്ടെന്ന് ശരീരമാകെ വിറയൽ വരികയും തളർന്നു വീഴുകയും താൻ മരിച്ചു പോകുന്നത് പോലെ അനുഭവം ഉണ്ടാകുകയും ചെയ്തു. മാത്രമല്ല കണ്ണുകൾ അടച്ചു ആ സമയത്തപ്പോൾ രമണ മഹർഷി. എന്നിട്ട് ആ തറയിൽ മലർന്നു കിടന്നു. എന്നിട്ട് എവിടെ നിന്നോ കാണുന്നുണ്ട് താൻ മരിച്ചു കിടക്കുന്നത്. ഏതോ ഒരു കണ്ണ് കാണുന്നു. തൻ്റെ ഉള്ളിലെ ആത്മാവാകുന്ന കണ്ണ് താൻ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുക. മാത്രമല്ല ബന്ധുക്കളെല്ലാം വാവിട്ട് നിലവിളിക്കുന്നു ആ ഡെഡ് ബോഡിയുടെ അടുത്ത് വന്നിരുന്നിട്ട്. കുറെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ആ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് ചിതയിൽ കൊണ്ടുവച്ചു. ആ ചിതയിൽ ആ ഡെഡ് ബോഡി കത്തിപ്പോകുന്നു. അതും കാണുകയാണ്. അങ്ങനെയാണ് രമണ മഹർഷിക്ക് ആദ്യം ശരീരം വിട്ടിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത്. തൻ്റെ ശരീരം കത്തിപ്പോയിട്ടും താൻ ബാക്കിയിരിക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ കാണണം. ഈ ശരീരം വിട്ടിട്ടും എനിക്ക് ഒരു അസ്തിത്വമുണ്ട് എന്ന് കാണണം. അങ്ങനെ കാണാൻ കഴിയുമ്പോൾ വാസ്തവത്തിൽ ജീവിച്ചിരിക്കവേ തന്നെ നമുക്ക് ആത്മാവിനെ കുറിച്ച് ഒരു ബോധം, ഒരു അറിവ്, ഒരു തെളിമ നമുക്കുണ്ടായിട്ട് വരും. അതുപോലെ ഗുരു അപരക്രിയയെക്കുറിച്ച് എന്താണ് മരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, മരണം എന്ന് പറയുന്നത് എന്താ ശരിക്കും? മരണത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ കാവ്യാത്മകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അധ്യാത്മശാസ്ത്രത്തിൽ കൃത്യമായിട്ട് പറയുന്നത് സ്ഥൂല ശരീരം നശിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് കാണപ്പെടുന്ന ശരീരത്തെ സ്ഥൂല ശരീരം എന്ന് പറയുന്നു. ഈ സ്ഥൂല ശരീരം നാശമുള്ളതാണ്. നാശം എന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ഥൂല ശരീരം പഞ്ചഭൂതാത്മകമാണ്. പഞ്ചഭൂതാത്മകം എന്ന് പറഞ്ഞാൽ ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി, ഈ 5 ഭൂതങ്ങളുടെ ചേരുവയാണ് ഈ ശരീരം. അങ്ങനെയുള്ള ഈ ശരീരം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നശിക്കുന്നു എന്ന വാക്കിന് പാടെ ഇല്ലാതായി തീരുക എന്നല്ല. ഈ പഞ്ചഭൂതാത്മകമായ ശരീരം 5 ഭൂതങ്ങളുടെ ചേരുവയാണ്. അത് നശിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകാശം ആകാശത്തിൻ്റെ തത്വത്തിലേക്ക് ലയിക്കും, വായു വായുവിൻ്റെ തത്വത്തിലേക്ക് ലയിക്കും, അഗ്നി അഗ്നിയുടെ തത്വത്തിലേക്ക് ലയിക്കും, ജലം ജലത്തിൻ്റെ തത്വത്തിലേക്ക് ലയിക്കും, പൃഥിവി പൃഥിവിൻ്റെ തത്വത്തിലേക്ക് ലയിക്കും. അതിനെ ഡിസിൻറ്റഗ്രേഷൻ എന്നാണ് പറയുക. അഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്, നശിക്കുകയല്ല. അപ്പൊ സ്ഥൂലമായ ഈ ശരീരം നശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂലഭൂതത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നാണ് അർത്ഥം.
അപ്പം ഞാനോ? ഞാൻ ശരീരമല്ലല്ലോ, ഞാൻ ശരീരമല്ല. അപ്പോൾ ശരീരമോ? അത് എൻ്റേതായിരുന്നു തൽക്കാലത്തേക്ക് എൻ്റെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി. അപ്പം ശരീരം ആരായിരുന്നു? ശരീരം ഒരു സഹയാത്രികനായിരുന്നു. ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയതാണ് ഈ ശരീരം. അതൊരു സഹയാത്രികനായിരുന്നു. യാത്ര കഴിഞ്ഞപ്പോൾ അങ്ങ് തിരിച്ചുപോയി. യാത്ര എത്ര നാളുണ്ടായിരുന്നു? ഈ ആയുസ്, വർത്തമാനകാലത്തിൻ്റെ ഈ ആയുസ്, ഈ വർത്തമാന ജന്മത്തിൻ്റെ ആയുസ്സാണ് ഈ സഹയാത്രികൻ നമ്മുടെ കൂടെ ഉള്ളൂ. ആ പൂർവ്വജന്മത്തിലെ നമ്മുടെ ശരീരമോ? അതും തിരിച്ചുപോയി. ഓരോ ജന്മത്തിലും നമ്മുടെ കൂടെ നമ്മുടെ ഒപ്പമുണ്ടായിരുന്ന ഈ സ്ഥൂല ശരീരം പഞ്ചഭൂതങ്ങളുമായിട്ട് ലയിച്ച് പോയിട്ടുണ്ട്. പിന്നെ എന്താ ബാക്കിയാകുന്നത്? സൂക്ഷ്മ ശരീരം ബാക്കിയാകുന്നു. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുമോ? കാണാൻ കഴിയില്ല. കാണാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് സൂക്ഷ്മമായതുകൊണ്ടാണ്. സ്ഥൂലമായതിനെ നമുക്ക് കാണാം, സ്ഥൂലമായതിനെ നമുക്ക് മണക്കാം, സ്ഥൂലമായതിനെ നമുക്ക് തൊടാം, സ്ഥൂലമായതിനെ നമുക്ക് ഘ്രാണിക്കാം. ഇങ്ങനെ സ്ഥൂലമായതിനെ മാത്രമാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയുള്ളൂ. സൂക്ഷ്മമായതിനെ അറിയാൻ കഴിയില്ല. അപ്പോൾ സൂക്ഷ്മമായതിനെ പിന്നെ എങ്ങനെ അറിയും? ഈ സ്ഥൂല ശരീരത്തിൽ വർത്തിക്കുമ്പോൾ മാത്രമാണ് സൂക്ഷ്മത്തിനെ അറിയാൻ കഴിയുള്ളൂ. അതെങ്ങനെ? അനുമാനിച്ചറിയാം. അപ്പോൾ സ്ഥൂല ശരീരം ഉണ്ടാകുമ്പോൾ സൂക്ഷ്മം ചലനാത്മകമാവുകയും സൂക്ഷ്മത്തെ അനുമാനത്തിലൂടെ അറിയാൻ കഴിയുകയും ചെയ്യുന്നു. സ്ഥൂല ശരീരം വിട്ടുകഴിഞ്ഞാലോ സൂക്ഷ്മ ശരീരം പിന്നെ പ്രവർത്തിക്കില്ല, കാരണ ശരീരത്തിൽ ലയിക്കും. കാരണ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒരു വിത്ത് അതിൻ്റെ ബീജത്തിൽ ഇരിക്കുന്നത് പോലെയാണ്. ഒരു വൃക്ഷം അതിൻ്റെ വിത്തിൽ ബീജമായിരിക്കുന്നത് പോലെ മറഞ്ഞിരിക്കുകയാണ് വൃക്ഷം. അതുപോലെ കാരണ ശരീരത്തിൽ സൂക്ഷ്മ ശരീരം പോയി ലയിച്ച് മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴാണ് ഈ സൂക്ഷ്മ ശരീരം പ്രവർത്തനനിരതമാകുന്നത്? ഈ കാരണ ശരീരത്തിന് വേറൊരു സ്ഥൂല ശരീരം കിട്ടുന്നത് വരെ ഈ കാരണ ശരീരത്തിൽ സൂക്ഷ്മ ശരീരം ലയിച്ചിരിക്കും. ഇനിയൊരു ജന്മം ഈ സൂക്ഷ്മ ശരീരത്തിന് വേണം, വീണ്ടും അത് പ്രവർത്തനനിരതമാകും. അങ്ങനെ ചാക്രികമായി പല ശരീരങ്ങളിൽ കയറിയിറങ്ങി നടക്കുന്ന ഈ സൂക്ഷ്മ ശരീരം, അതാണ് സംസാരം എന്ന് പറയുന്നത്. സംസാരത്തെ ഒരു ചക്രത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാംസാരിക ചക്രം, ജനന മരണങ്ങളുടെ പുനരഭിജനനം പുനരഭിമരണം, ജനന മരണങ്ങളിലൂടെ ഈ ചക്രം ഉരുണ്ട് വർത്തമാനകാല ജന്മത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇവിടെയാണ് മരണത്തെക്കുറിച്ച് പറയുന്നത്. സ്ഥൂല ശരീരം വിട്ടു പോകുന്നു, സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് സ്ഥൂല ശരീരം അടർന്നു. കാരണം എന്താ? ആ സ്ഥൂല ശരീരത്തിൻ്റെ പ്രാരബ്ധം തീർന്നു. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ ആയുസ് തീർന്നു, അതങ്ങ് വിട്ടു. പിന്നെ ആ ശരീരം എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഗുരുരുവാച നിശമ്യാനുക്രമാത് പൃച്ഛാ യുഷ്മാകമുപയോഗിനീ സമ്യക് മോദേന വക്ഷ്യാമി സംക്ഷേപാദപരക്രിയാ. ഗുരു അവരോട് പറയുകയാണ്, യുഷ്മാകം നിങ്ങളുടെ അനുക്രമാത് പൃച്ഛാം ക്രമേണയുള്ള ചോദ്യത്തെ നിശമ്യ കേട്ടിട്ട് യുഷ്മാകം നിങ്ങൾക്ക് ഉപയോഗപ്രദമായ അപരക്രിയാം അപരക്രിയയെ സംക്ഷേപാത് ചുരുക്കത്തിൽ സമ്യക്ക് നല്ലതുപോലെ മോദേന സന്തോഷത്തോടു കൂടിയിട്ട് വക്ഷ്യാമി പറഞ്ഞു തരാം. ഗുരു എത്ര ക്ഷമയോടുകൂടിയിട്ട് ഈ അന്വേഷകരുടെ ചോദ്യങ്ങളെ വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞു തരാം, വിപുലമായിട്ട് പറയുന്നില്ല. അപരക്രിയയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല ഈ ചെറിയ ഒരു ഗ്രന്ഥത്തിൽ. പകരം അതിനെ ചുരുക്കിയിട്ട് വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു തരാം. 248 സ്ത്രീ ബാലയുവവൃദ്ധാനാം മരണേ സതി തച്ഛവാൻ പ്രദഹേത് പരിതഃശുദ്ധ്യൈ
നാന്യഥാ വിധിരിഷ്യത്തെ. സ്ത്രീ ബാല യുവ വൃദ്ധാനാം. സ്ത്രീ, ബാലൻ, യുവാവ്, വൃദ്ധൻ ഇവർക്കൊക്കെ മരണേ സതി, മരണം സംഭവിക്കുമ്പോൾ തത് ശവാൻ, അവരുടെ ശവങ്ങളെ, അവരുടെ ഡെഡ് ബോഡിയെ, പരിതഃ ശുദ്ധിയായി, പരിസ്ഥിതിയുടെ ശുദ്ധിക്കായിട്ട് പ്രദഹേത്, ദഹിപ്പിക്കണം. അപ്പം ആരും മരിച്ചാലും അവരുടെ ശരീരം എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ചുറ്റുപാടും ദുർഗന്ധമുണ്ടാക്കും. മനുഷ്യൻ്റെ ശരീരം ഇതുപോലെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഇട്ടു പോയാലോ എത്ര കാലം എടുക്കും അതിൻ്റെ ദുർഗന്ധം. അതുകൊണ്ട് ഏറ്റവും നല്ലത് ദഹിപ്പിക്കുന്നതാണ്. എല്ലാ മതങ്ങളും മൃതശരീരത്തെ ദഹിപ്പിക്കുന്നില്ല. ചില മതങ്ങളിൽ മൃതശരീരത്തെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. ജൂതമതത്തിലും ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ഒക്കെ ശവപ്പെട്ടികളിലാക്കിയിട്ട് കുഴിച്ചിടും. അത് ആ മതത്തിൻ്റെ ദാർശനികമായ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. ആ മൂന്ന് മതങ്ങളിലും, സെമിറ്റിക് മതങ്ങളെന്നാണ് ആ മതങ്ങളെക്കുറിച്ച് പറയുന്നത്, ആ മൂന്ന് മതങ്ങളിലും മതവിശ്വാസപ്രകാരം കരുതുന്നത് ഒരു ദിവസം ഈശ്വരൻ അന്ത്യവിധി നടത്തുമെന്നാണ്. അതായത് ദൈവം മരിച്ചവരെ എല്ലാവരെയും തിരിച്ചു വിളിച്ചിട്ട് അന്ത്യവിധി നടത്തും, ലാസ്റ്റ് ജഡ്ജ്മെന്റ്. ആ ജഡ്ജ്മെന്റിലാണ് ഒരാളുടെ പുണ്യപാപങ്ങളെയൊക്കെ പ്രത്യേകം കമ്പ്യൂട്ടറിലാക്കിയിട്ട് അളന്ന് വെച്ചിട്ടുണ്ട്. കൃത്യം സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത്ര പാപം ഇത്ര പുണ്യം ദൈവത്തിൻ്റെ സോഫ്റ്റ്വെയറിൽ അത് ഉണ്ടെന്നാണ് ആ മതങ്ങളെല്ലാം കരുതുന്നത്. എന്നിട്ട് ഏത് നരകത്തിലേക്ക് പാപം ചെയ്തവനെ വിടണം, സ്വർഗത്തിലേക്ക് ആരെ വിടണം എന്നൊക്കെ തീരുമാനിക്കും. അന്ത്യവിധി ഉണ്ടാകുന്നത് വരെ ശരീരവും കേടുകൂടാതിരിക്കണമെന്നൊക്കെയാണ് ആദ്യകാലത്ത് സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ശവശരീരങ്ങളെ പെട്ടികളിലാക്കി ഒരിടത്ത് കുഴിച്ചിടുകയായിരുന്നു. മുമ്പ് കാലത്ത് ഈജിപ്തിലൊക്കെ ഈ ശവശരീരങ്ങളിൽ ചില മരുന്നുകൾ ലേപനം ചെയ്തതിന് ശേഷം അതിനെ കുഴിച്ചിടും. അപ്പം അത് കേടാവില്ല. അവയാണ് പിന്നീട് മമ്മികൾ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. ഈ മമ്മികൾ ഇപ്പോഴും കണ്ടെടുത്തിട്ടുണ്ട്, കേടാവാത്ത ശവശരീരങ്ങൾ. മമ്മികൾ മമ്മിഫൈ ചെയ്യാന്നാണ് പറയാ. ഈ ലേപനം ചെയ്യുന്നതിന് മമ്മിഫൈ ചെയ്തു വയ്ക്കും. സ്ഥൂല ശരീരം നശിച്ചത് നശിച്ചു, അതിന് തിരിച്ചു വരവില്ല. അതുകൊണ്ട് തന്നെ സ്ഥൂല ശരീരത്തെ കത്തിച്ച് ഭസ്മമാക്കി കളയും. ഭസ്മാന്തം ശരീരം എന്നാണ് പറയുക. അത് ഭസ്മമാക്കി കളയും, ചാരമാക്കി കളയും. അതിൽ നിന്ന് പിന്നെ അപരക്രിയകൾ എന്ന് പറയുന്ന ഈ മരിച്ചുപോയ ആളെക്കാളും ഉപരി ജീവിച്ചിരിക്കുന്നവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ചില ക്രിയകൾ ഗൃഹസ്ഥ ജീവിതത്തിലുള്ളവർക്ക് വിധിച്ചിട്ടുണ്ട്. അത് അവർ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് സ്ത്രീയായാലും ബാലനായാലും യുവാവായാലും വൃദ്ധനായാലും മരിക്കുമ്പോൾ അവർ ദഹിപ്പിക്കണം. ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനി എങ്ങനെ ദഹിപ്പിക്കണം അതൊന്നും ഡീറ്റെയിൽ ആയിട്ടില്ല. ഓരോ നാടിനും ആ നാടിൻ്റേതായിട്ടുള്ള ഈ പദ്ധതികളൊക്കെ ഇന്ന് കേരളത്തിലുണ്ട്. ചില നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പറമ്പിൽ ഒരു മാവുണ്ടെങ്കിൽ ആ മാവ് വെട്ടും. പച്ചമാവ് വെട്ടുമ്പോൾ അറിയാം അവിടെ ഒരാൾ ദഹിപ്പിക്കാനുണ്ടെന്ന്. ഈ മാവ് ശുദ്ധമായ ഒരു മരമാണ്. അതുകൊണ്ട് ആ മാവിൻ്റെ മരം അറുത്ത് അതിലാണ് ഇയാളെ കിടത്തി ദഹിപ്പിക്കുന്നതൊക്കെ. ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നല്ല. ചില സ്ഥലങ്ങളിൽ ചാണകവറളി, ചിരട്ട, അതുപോലെ തേങ്ങയുടെ മടല് ഇതെല്ലാം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വൈക്കോൽ വെച്ചിട്ട് ചെളി പുരട്ടി ഒരു പ്രത്യേക രീതിയിലൊക്കെ ആക്കിയിട്ട് തീ കത്തിക്കും. അപ്പം തീയൊക്കെ കത്തിക്കുന്നതിന് ചടങ്ങുകളൊക്കെ ഉണ്ട്. അതും ദേശഭേദങ്ങളുണ്ട്. പല ദേശങ്ങളിലും വടക്ക് ഭാഗത്തുള്ളതും തെക്ക് ഭാഗത്തുള്ളതൊക്കെ വ്യത്യാസമുണ്ട്. അതൊന്നും അതുകൊണ്ട് ഗുരു ഇവിടെ പരാമർശിക്കുന്നില്ല. കാരണം എന്താ, ഇതൊക്കെ ചെയ്യേണ്ടത് ഓരോ നാട്ടിലെയും സംസ്കാരത്തിനനുസരിച്ച് ചെയ്തേക്കണം. ആ നാട്ടിലെ പുരോഹിതന്മാരുണ്ട്, അവരെ വിളിക്കുക.
അത് എന്നിട്ട് അവർ അത്തരം ക്രിയകൾ നടത്തി ചെയ്തോട്ടെ. പക്ഷെ ദഹിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അവിടെ തർക്കമില്ല എന്ന് ഗുരു പറയുന്നു. ഇന്ന് ഓരോ സംഘടനകളും അത് ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ്. ഓരോ സംഘടനകളുണ്ട്, ആ സംഘടനകൾ അത് ചെയ്തു കൊടുക്കും അത്തരം അപരക്രിയകളെല്ലാം. ശാവാശൗചോ ദശാഹാനി ജ്ഞാതിനാമിഹ നിശ്ചിതഃ ഏകാദശേ ദിനേ കുര്യാത് ഹോമം പുണ്യാഹമേവ ച. ഇഹ ഇവിടെ ജ്ഞാതിനാം ബന്ധുക്കളുടെ ശാവ അശൗച ശവസംബന്ധമായ ആശൗചകർമ്മം. ശാവ ആശൗചക ആശൗച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല എന്ന് പറഞ്ഞാൽ അശുദ്ധി എന്നാണ് അർത്ഥം. ശവസംബന്ധമായിട്ടുള്ള അശുചി കർമ്മം ദശാഹാനി 10 ദിവസത്തേക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൾക്ക് 10 ദിവസം പുലയുണ്ട്. പുല എന്ന് പറഞ്ഞാൽ അശുചിയാണ്, അശുദ്ധി. ഈ അശുദ്ധി എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മരണചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ഇങ്ങനെ ബാധിക്കും. ആ മനസ്സിൽ ഈ മരണചിന്ത ഇരിക്കുന്നത് തന്നെ അശുദ്ധിയാണ്. ഒന്നാമത്തെ അശുദ്ധി അതാണ്. പിന്നെ സങ്കല്പപ്രകാരം വേറൊരു അശുദ്ധി എന്ന് പറയുന്നത്, ശരീരം നശിച്ചാലും സൂക്ഷ്മ ശരീരം കുറച്ചുകൂടി ആ പരിസരങ്ങളിൽ ഉണ്ടാകും എന്നൊരു സങ്കല്പമാണ് പൂർവികർക്കുള്ളത്. അപ്പോൾ സൂക്ഷ്മ ശരീരം കാരണശരീരത്തിലേക്ക് പൂർണ്ണമായി ആമഗ്നമായി അത് അടങ്ങുന്നതുവരെ 10 ദിവസം പുല ആചരിക്കണം. തൻ്റെ സ്ഥൂല ശരീരം വിട്ടിട്ടും സൂക്ഷ്മ ശരീരത്തിന് ആ സ്ഥൂല ശരീരത്തിനോടുള്ള സംഘം നിമിത്തം, അറ്റാച്ച്മെന്റ് നിമിത്തം സൂക്ഷ്മ ശരീരം പിൻവാങ്ങാൻ ഒരു വൈമുഖ്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് 10 ദിവസത്തേക്ക് ദശാഹം എന്ന് പറയുന്ന ശുദ്ധീകരണ ക്രിയകൾ, ആന്തരിക ശുദ്ധി, ഗൃഹശുദ്ധി, അതുപോലെ ഹോമം, അഗ്നിശുദ്ധി പോലുള്ളതൊക്കെ ചെയ്യുന്നു. ഏകാദശേ ദിനെ 11-ാം ദിവസം തന്നെ ഹോമം പുണ്യാഹം ച, ഹോമവും പുണ്യാഹവും കുര്യാത് ചെയ്യണം. ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഒരു ഹോമം ചെയ്യാം. ഹോമം എന്നത് പലതരത്തിലുണ്ട്. അത് ഓരോരുത്തരുടെയും നാടിൻ്റെ സംസ്കാരമനുസരിച്ച് പുരോഹിതന്മാർക്ക് വിട്ടുകൊടുക്കുകയാണ് നല്ലത്. നമ്മൾ അതിൽ വലിയ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ആൾ മരിക്കുമ്പോൾ ആ മരിച്ച വ്യക്തിക്ക് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഇല്ല. മരിച്ച വ്യക്തിയല്ല തീരുമാനമെടുക്കുന്നത്, മരിച്ച വ്യക്തിയുടെ ബന്ധുക്കളാണ്. അവിടെ ഒരാൾ ഏകാധിപതിയെ പോലെ തീരുമാനമെടുക്കരുത് പോയിട്ട്. കാരണം മറ്റുള്ള ബന്ധുക്കൾക്ക് വേദനയുണ്ടാക്കും അതൊക്കെ. ഒരാൾക്ക് ആത്മജ്ഞാനിയാണ് ഒരാൾ, അദ്ദേഹം പറയുന്നു ഈ ഡെഡ് ബോഡിയെ ഇത്തരം കർമ്മങ്ങളൊന്നും ചെയ്യണ്ട, വെറുതെ എന്തിനാണ്, അത് കത്തിച്ച് കളഞ്ഞാൽ മതി. അതൊരു അനാദരവ് പോലെ മറ്റുള്ളവരുടെ മനസ്സിൽ വരും. അത്തരം അനാദരവുകൾ വേറൊരാളുടെ മനസ്സിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് നാം സാമൂഹികമായ ആ ചുറ്റുപാടുകളിൽ എങ്ങനെയാണോ മാന്യമായി ഒരു ശവം സംസ്കരിക്കുന്നത് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി ഗുരുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മരിച്ചു കഴിഞ്ഞാൽ ഗുരു കുഴിച്ചിടുന്നതാണോ ദഹിപ്പിക്കുന്നതാണോ നല്ലത്, ഉത്തമം എന്ന കാര്യത്തിൽ ഇപ്പോഴും ആളുകളുടെ ഇടയിൽ സംശയമുണ്ടെന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, ചക്കിലിട്ട് ആട്ടിയിട്ട് ആ ഡെഡ് ബോഡി തെങ്ങിന് ഇട്ടുകൊടുത്താൽ അതാണ് അതിലും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ ആൾ കേട്ടപ്പോൾ അയ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു നർമ്മത്തോടുകൂടി ചോദിച്ചു, നോവുമോ എന്ന് ചോദിച്ചു. ആർക്ക്? ഡെഡ് ബോഡിക്ക് നോവുമോ ചക്കിലിട്ടാട്ടുമ്പോൾ? അപ്പോൾ എന്തുകൊണ്ടാണ് ഗുരു അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യന് ചെയ്തു കൊടുക്കേണ്ടതെല്ലാം നമ്മൾ ചെയ്യണം. മരിച്ചതിന് ശേഷമാണ് എല്ലാ ആശങ്കകളും. ഒരു മൃതശരീരത്തിൽ നമ്മൾ ഒരുപാട് ആഭരണ വിഭൂഷകളൊക്കെ അണിയിക്കും, റീത്തുകൾ സമർപ്പിക്കും.
അയാൾ മഹാനെന്ന് വാഴ്ത്തും. പക്ഷെ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്കൊരു ഗ്ലാസ് ചായ പോലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികളോട് കാണിക്കേണ്ടുന്ന നന്മകൾ നമ്മൾ പഠിക്കണം ആദ്യം. ഒരു ഡെഡ് ബോഡിക്ക് എത്ര പാല് കൊടുത്തിട്ടും കാര്യമില്ല, ഒരു ഡെഡ് ബോഡി എത്ര കെട്ടിപ്പിടിച്ചിട്ടും കാര്യമില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കണമായിരുന്നു, അത് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്കാണ് പ്രാധാന്യം എന്നാണ് ഗുരു പറയുന്നത്. ഡെഡ് ബോഡിയെ സംബന്ധിച്ച കാര്യത്തിൽ ഒരുപാട് ആശങ്കകളാണ് എന്നുള്ളത്. സമൂഹത്തിൻ്റെ ആധ്യാത്മിക തലത്തിൽ നിന്ന് നോക്കുമ്പോൾ പ്രാധാന്യമില്ലെങ്കിലും സാമൂഹ്യ തലത്തിൽ നോക്കുമ്പോൾ ഇതിനൊക്കെ പ്രാധാന്യമുള്ളത് കൊണ്ട് ഈ ധർമ്മത്തിൻ്റെ പ്രകാരം തന്നെ അപരക്രിയയെ ചെയ്യാനായിട്ട് ഗുരു വിധിക്കുകയാണ്. അന്ത്യേഷ്ടി എന്ന ഷോഡശ സംസ്കാരത്തിലെ കർമ്മത്തെ ലഘുവായിട്ടാണ് ഇവിടെ വിവരിക്കുന്നുള്ളൂ. 10 ദിവസം കുല നിശ്ചയിച്ചിട്ടുണ്ട്. 10 ദിവസം അശുദ്ധിയുടെ കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ കീർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നതാണ്. ഹോമവും പുണ്യാഹവും 11-ാം ദിവസം ചെയ്തിട്ട് ഈ പുല വീടേണ്ടതാണ്. ഈ അശുചി കർമ്മം തീർക്കേണ്ടതാണ്. 250. തദന്തേ വിധിവത് സ്നാനാത് ശുദ്ധിർജായേത തദ്ദിനേ തദപരം ന കർത്തവ്യ പ്രേതോദ്ദേശ്യോ വിധി ക്വചിത്. തദന്തേ, തത് അന്തേ, അതിൻ്റെ അവസാനം. ഈ 11-ാം ദിവസം ഹോമവും പുണ്യാഹമൊക്കെ തെളിച്ചിട്ട്, പുണ്യാഹം എന്ന് പറയുന്നത് വെള്ളം, പുണ്യമായ വെള്ളം തെളിക്കുക. അത് ഗംഗാജലമാകാം, എന്ത് വേണമെങ്കിലും ആകാം. തദ്ദിനെ, ആ ദിവസം വിധിവത്, വിധി അനുസരിച്ചുള്ള സ്നാനാത്, കുളി കൊണ്ട് ശുദ്ധിഹി ജായതേ, ശുദ്ധി ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും ചെയ്യാം. ഗുരു തന്നെ പറയുന്നുണ്ട്, ഇതിലൊന്നും വിശ്വാസമില്ലാത്തവരാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പോണ്ട, വിശ്വാസമുള്ളവർ ചെയ്യുകയും വേണം എന്നാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അടുത്ത് വരുന്ന ശ്ലോകത്തിൽ ഗുരു പറയുന്നുണ്ട്. അതുകൊണ്ട് സ്നാനമെല്ലാം കഴിച്ചിട്ട് ശുദ്ധി ജായത, ശുദ്ധി ഉണ്ടാകും. പ്രേതോദ്ദേശ്യ വിധി, പ്രേതത്തെ ഉദ്ദേശിച്ചുള്ള വിധി. തതഃപരം, അതിൽ കൂടുതലായി ക്വചിത്, ഒരിടത്തും ന കർത്തവ്യ, ചെയ്യേണ്ടതില്ല. അപ്പോൾ 10 ദിവസം നാം വീട്ടിൽ ഇരുന്നു കൊണ്ട് ശുദ്ധികർമ്മങ്ങൾ ചെയ്യണം. എങ്ങനെ ശുദ്ധി? അത് ദശാഹ ബലി എന്ന് പറയുന്ന തരത്തിൽ പലയിടങ്ങളിലുമുണ്ട്. നമുക്ക് കീർത്തനങ്ങളും പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിരിക്കാം, സന്തോഷമായിരിക്കാം, മനസ്സിനെ ശുദ്ധമാക്കിയിരിക്കാം. അതിനുശേഷം വേറൊന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്നാണ്. 11-ാം ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ ബ്രാഹ്മണർക്ക് ഇത്ര ദിവസം, ക്ഷത്രിയർക്ക് ഇത്ര ദിവസം, വൈശ്യർക്ക് ഇത്ര ദിവസം, ശൂദ്രർക്ക് ഇത്ര ദിവസം എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അതിനൊക്കെ ഗുരു നിരാകരിച്ചിട്ട് 11 ദിവസം എന്നുള്ളത് തന്നെ എടുത്തിരിക്കുകയാണ്. ബ്രാഹ്മണർക്ക് 10 ദിവസമാണ് കുല പറഞ്ഞിരിക്കുന്നത്, ക്ഷത്രിയർക്ക് 11 ദിവസം, വൈശ്യർക്ക് 13 ദിവസം, ശൂദ്രർക്ക് 15 ദിവസം എന്ന് പല ധർമ്മശാസ്ത്രങ്ങളിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിഭാഗീയതകളൊന്നും ഗുരു ഈ ധർമ്മത്തിൽ പറയുന്നില്ല. 11 ദിവസം എന്ന് പറയുന്നത് അത് ഒരു മനസ്സിൻ്റെ വേദന ശമിക്കാനായിട്ട് ചുരുങ്ങിയതൊരു 11 ദിവസമെങ്കിലും വേണ്ടി വരും എന്നുള്ളത് ഒരു മനഃശാസ്ത്രപരമായ നിരീക്ഷണമാണ്. 251. പിതു പിണ്ഡപ്രദ പുത്രഃ പൗത്രോ വാ തദഭാവതഃ തസ്യാപ്യഭാവേ സോദര്യഃ തത്പുത്രോ വാ നിയമ്യതാം. പിതുഹു, പിതാവിൻ്റെ, പിണ്ഡപ്രദഃ, പിണ്ഡക്രിയ ചെയ്യുന്നവന്, പുത്രഃ, പുത്രൻ. ഒരു പിതാവ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത പിണ്ഡക്രിയ ചെയ്യാൻ യോഗ്യനായിരിക്കുന്ന പുത്രൻ തന്നെയാണ്. പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പിതാവിനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ എന്നാണ്.
പിതാവിനെ ത്രാണനം ത്രാണനം എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ ആണ് പുത്രൻ. പുത്രനാണ് ഏറ്റവും കോമ്പിറ്റൻ്റ് ആയ ഒരു വ്യക്തി പിണ്ടക്രിയ ചെയ്യാനായിട്ട്. തത് അഭാവതഃ, ഇനി മകനില്ല എന്ന് വിചാരിച്ചോ, മകൻ്റെ അഭാവത്തിൽ പൗത്രോവ, പുത്രൻ്റെ പുത്രൻ, മകൻ്റെ മകനാണ് അധികാരം വരുന്നത്. തസ്യ അഭാവേ അഭി, അവൻ്റെ അഭാവത്തിലോ സോദര്യ, അച്ഛൻ്റെ സഹോദരനാണ് അധികാരം വരുന്നത്. അഥവാ തത് പുത്ര, ഇനി ആ സഹോദരനും ഇല്ലെങ്കിലോ അവൻ്റെ പുത്രനാണ്, സഹോദരൻ്റെ പുത്രനാണ് അധികാരം വരുന്നത്. നിയമ്യതാം, നിയമിക്കപ്പെട്ടാലും. ഇപ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ മകനാണ് ഏറ്റവും പ്രാധാന്യം. മകനും മരിച്ചിട്ടുണ്ടെങ്കിലോ മകൻ്റെ മകനാണ്. ഇനി അവർ രണ്ടുപേരും ഇല്ലെങ്കിലോ സഹോദരനാണ്, സഹോദരനില്ലെങ്കിലോ സഹോദരൻ്റെ മകനാണ്. പ്രസ്തുതാനാമസത്വേ തു ഭാഗിനേയോപി സമ്മതഃ യദ്വാ പിണ്ഡപ്രദാതൃത്വം ദമ്പത്യോ സ്യാത് പരസ്പരം. പ്രസ്തുതന്മാരുടെ അസ്വത്വേതു അഭാവത്തിലാകട്ടെ, ഈ പറഞ്ഞ ആരുമില്ല എന്ന് വിചാരിച്ചോ, മകനില്ല, മകൻ്റെ മകനില്ല, സഹോദരനില്ല, സഹോദരൻ്റെ മകനില്ല എന്ന് വിചാരിക്കാം. ഭാഗിനേയ അഭി, സഹോദരി പുത്രൻ സമ്മതനാകുന്നു. അച്ഛൻ്റെ സഹോദരിയുടെ പുത്രനാണ് പിന്നെ പിണ്ടക്രിയയ്ക്ക് അധികാരിയായിട്ട് വരുന്നത്. അല്ലെങ്കിൽ യത് പിണ്ടപ്രദാതൃത്വം, പിണ്ടദാന അവകാശം ദമ്പത്യോഹോ പരസ്പരം, ദമ്പതികൾക്ക് പരസ്പരം സ്യാത്, സംഭവിക്കാം. ഇനി അച്ഛൻ മരിച്ചു എങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു എങ്കിൽ ഭാര്യ പിണ്ടക്രിയ ചെയ്യാം, ഭാര്യ മരിച്ചെങ്കിൽ ഭർത്താവിനും ചെയ്യാം. ഈ രീതിയിലും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സഹോദരിയുടെ മകനും അധികാരമുണ്ട്, സഹോദരിയുടെ മകനും ഇല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം പിണ്ടക്രിയ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതെല്ലാം ധർമ്മശാസ്ത്രമാണ്. ധർമ്മശാസ്ത്രത്തിൽ ഇത്തരത്തിലുള്ള വിധികളൊക്കെ ഉണ്ട്. ഈ വിധികളൊക്കെ ആചാരങ്ങളായി വന്നതും നാട്ടുനടപ്പിലൂടെ നിലനിൽക്കുന്നതുമായതുകൊണ്ട് ഇതിനെ പെട്ടെന്ന് അവഗണിക്കാതിരിക്കുക, പെട്ടെന്ന് തള്ളിക്കളയാതിരിക്കുക. അതിനെയൊക്കെ ആ ലെവലിൽ ആ നിയമങ്ങളും നാട്ടുനടപ്പുകളൊക്കെ ഒരു സമൂഹത്തിൻ്റെ നിഷ്ഠയുടെ ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ടും മാത്രമല്ല പൂർവികന്മാരോട് മക്കളും അവരുടെ ബന്ധുക്കളും കാണിക്കേണ്ടുന്ന ആദരവും ബഹുമാനവും സൂചിപ്പിക്കുന്നതുമായതുകൊണ്ടും കുടുംബ വ്യവസ്ഥ നല്ലവണ്ണം നിലനിന്ന് പോകേണ്ടത് രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സുസ്ഥിതിക്ക് ആവശ്യമായതുകൊണ്ടൊക്കെ ഇത്തരം ആചാരങ്ങളെ നമുക്ക് അവഗണിക്കാതിരിക്കുന്നതാണ് ഉത്തമം. നല്ല കുടുംബ ബന്ധങ്ങൾ അതിലൂടെ നിലനിന്ന് പോരുകയും ചെയ്യും. പരേതസ്യ വിധിഃ സർവോപി ആശൗചാദിർനിരർത്ഥകഃ അജ്ഞതായ വിലാസഃ സ്യാദ് ഇതി യസ്യ മനഃസ്ഥിതിഃ നിർവികൽപസ്യ തസ്യായം വിധികാര്യോ ന ജാത്വപി അനീദൃശസ്യ സർവസ്യ വിധിരേഷ നിയമ്യത്തെ. പരേതസ്യ, പരേതൻ്റെ, മരിച്ചവൻ്റെ, ആശൗചാദി സർവഹ, ആശൗചം തുടങ്ങിയ എല്ലാ വിധിയും നിരർത്ഥക, അർത്ഥശൂന്യവും അജ്ഞതായാഹ, അജ്ഞതയുടെ വിലാസവുമാണെന്നുള്ള മനസ്ഥിതി യസ്യ, ഏതൊരുവനാണോ ഉള്ളത്, നിർവികൽപസ്യ തസ്യ, സംശയരഹിതനായ അവന്, അയം വിധി, ഈ വിധി, ജാതു അഭി, ഒരിക്കലും ന കാര്യമല്ല, അനീദൃശസ്യ സർവസ്യ, ഇങ്ങനെയല്ലാതുള്ളവർക്ക് ഏഷ വിധി നിയമ്യത, ഈ വിധി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആർക്കാണ് ഈ പറഞ്ഞ വിധിയുള്ളതെന്ന് പറയാം. ചില ആളുകൾ ജ്ഞാനത്തിൻ്റെ തലത്തിൽ കുറച്ചുകൂടി ഉയർന്നവരാണ്, കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരാണ്. അവർക്ക് ജ്ഞാനനിഷ്ഠ ഉണ്ടായിരിക്കും, തത്വമെന്തെന്നും സത്യമെന്തെന്നും അവർക്കറിയാം. കർമ്മത്തിനേക്കാളും വലുത് ജ്ഞാനം തന്നെയാണ് എല്ലാ കാലത്തും.
അപ്പം അതുകൊണ്ട് ഈ പുല പോലുള്ള കർമ്മങ്ങൾ, അതുപോലെ അശുദ്ധി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് 11 ദിവസം ഇരിക്കുക, ഇതെല്ലാം അനാവശ്യങ്ങളാണെന്ന്, അർത്ഥശൂന്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള, പിന്നീട് ഒരിക്കലും പശ്ചാത്തപിക്കാൻ പാടില്ല. അതിന് ബോധ്യം വരണം, ജ്ഞാനം കൊണ്ട് ബോധ്യം വരണം, അർത്ഥശൂന്യമാണെന്ന് ബോധ്യം വരണം. ആ ബോധ്യം വന്നിട്ടുള്ള വ്യക്തിക്ക് അതെങ്ങനെ ബോധ്യം വരുന്നത്? കർമ്മങ്ങളെല്ലാം അജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അത് സത്യവുമാണ്. ഈ കർമ്മങ്ങളെല്ലാം അജ്ഞാനത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അജ്ഞാനമാണ് ഓരോരോ കർമ്മങ്ങളെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അജ്ഞാന തലത്തിലും കർമ്മങ്ങളുടെ ലോകത്ത് ഒരു നിയന്ത്രണ സ്വഭാവം ആവശ്യമാണെന്നുള്ളതും, അവിടെ ഒരു ഡിസിപ്ലിൻ ആവശ്യമുണ്ടെന്നും ഒരു ചര്യ ആവശ്യമുണ്ടെന്നും ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നു. പക്ഷെ ജ്ഞാനശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ ഇതൊന്നും പ്രസക്തമായ കാര്യങ്ങളല്ല. പക്ഷെ അങ്ങനെ ജ്ഞാനത്തിൻ്റെ തലത്തിൽ ഏതൊരുവനാണോ നിർവികൽപ്പസ്യ, സംശയരഹിതമായിട്ട് തീർന്നിട്ടുള്ളത്, ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനാവശ്യങ്ങളാണെന്ന് മനസ്സിലായിട്ടുള്ള ഒരാൾക്ക് ഇത്തരം വിധികൾ ബാധകമേ അല്ല. അയാൾ അതിൽ നിന്ന് വിട്ടു നിന്നോളണം. പക്ഷേ അനീദൃശ്യസ്യ സർവസ്യ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏഷ വിധി നിയമ്യത, ഈ വിധികൾ വേണം എന്ന് തന്നെയാണ്. അപ്പോൾ ആർക്ക് വേണം, ആർക്ക് വേണ്ട, അതാര് തീരുമാനിക്കണം? നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്ക് ഈ വിധി ചെയ്യണ്ട. പക്ഷെ പിന്നീട് ഒരു കാലത്ത് അമ്മയോ അച്ഛനോ ഒക്കെ ഒരിക്കലേ മരിക്കുള്ളൂ. രണ്ടാമത് മരിച്ചിട്ട് ഈ കർമ്മം ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നീട് ഒരിക്കലും പശ്ചാത്തപിക്കാൻ പാടില്ല. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ അമ്മയുടെ എൻ്റെ അച്ഛൻ്റെ കർമ്മം ചെയ്യാൻ പറ്റിയില്ല എന്ന് പശ്ചാത്തപിക്കാൻ പാടില്ല. അപ്പോൾ ജ്ഞാനം സംശയരഹിതമായിട്ട് വന്നിട്ടില്ല. അപ്പം സംശയരഹിതമായിട്ട് ജ്ഞാനം വന്നവന് ഈ വിധിയില്ല എന്ന് ഗുരു പറയുന്നു. അത് സാധാരണക്കാരുടെ കാര്യമല്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാം ഈ വിധിയുടെ ഭാഗമായിട്ട് പോകുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. കർമ്മം പിന്നീട് സംശയിക്കാൻ പാടില്ല ആ രീതിയിൽ. അപ്പോൾ ആർക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്? ഗൃഹസ്ഥ ആശ്രമത്തിൽ കർമ്മലോകത്ത് മുഴുകിക്കിടക്കുന്നവർ ഇതെല്ലാം ചെയ്യണം. കർമ്മങ്ങളുടെ ലോകത്ത് നിന്ന് ജ്ഞാനത്തിൻ്റെ ലോകത്തിലേക്ക് ഉയർന്നിട്ടുള്ള ഒരു വ്യക്തിക്ക്, കർമ്മം തന്നെ ജ്ഞാനജന്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത്തരം ചര്യകളിൽ നിന്നും ചടങ്ങുകളിൽ നിന്നും വിട്ടു നിൽക്കാം. അവർക്ക് ആത്മാവിൻ്റെ തലത്തിൽ, ഹൃദയത്തിൻ്റെ തലത്തിൽ പൂർവികരോട് അർപ്പണങ്ങളും അർച്ചനകളും ചെയ്യാം എന്ന് പറയുന്നു. സതു തത്കാലദേശ അനുകൂലശ്ച നിരുഹ്യതാ പുരോഹിത നിയുക്തേന വർത്മനാ കർമ്മ തൽപരൈഹി. സതു അതാകട്ടെ കർമ്മതത്പരൈഹി, കർമ്മകുശലന്മാരാൽ, പുരോഹിത നിയുക്തേന വത്മന, പുരോഹിതനാൽ നിയുക്തമായ മാർഗത്തൂടെ, തത്തത് കാല അതാതു കാലത്തിനും ദേശത്തിനും അനുകൂലമായിട്ട് നിരുഹ്യതാം നിർവഹിക്കപ്പെടണം. ഇതെല്ലാം എങ്ങനെ ചെയ്യണ്ടേന്ന് ഇനി പറയാണ്. അതൊന്നും ഇതിൽ വിവരിക്കുന്നില്ല. കാരണം ഒരു പുരോഹിതൻ ചെയ്യേണ്ട കർമ്മങ്ങൾ അയാൾക്കറിയാം. അത് ഈ ധർമ്മശാസ്ത്രത്തിൽ പറയുന്നില്ല. അപ്പം ആ പുരോഹിതനെ, ആ നാട്ടിലൊരു പുരോഹിതനൊക്കെ ഉണ്ടെങ്കിൽ ആ പുരോഹിതനെ വിളിച്ച് അയാളുടെ നിർദ്ദേശമനുസരിച്ച് അത് പ്രവർത്തിച്ചാൽ മതി. അവിടെ സംശയങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ അപ്പോൾ ഓരോന്നും ധർമ്മശാസ്ത്രത്തിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. വളരെ കുറച്ച് ശ്ലോകങ്ങളിലൂടെ ആണ് അപരക്രിയയെക്കുറിച്ച്, അന്ത്യേഷ്ടിയെക്കുറിച്ച് ഗുരു ഈ ധർമ്മശാസ്ത്രത്തിൽ പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠനം ആവശ്യമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഭാരതീയ സംസ്കാരത്തിൽ, ഷോഡശ സംസ്കാരത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ശവം സംസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്നും അതെങ്ങോട്ട് തലതിരിച്ച് കിടത്തണമെന്നും എവിടെയൊക്കെയാണ് ആദ്യം തീ കൊളുത്തേണ്ടതെന്നും എങ്ങനെയാണ് വിളക്ക് കത്തിച്ച് വയ്ക്കേണ്ടതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ പുരോഹിതന്മാർ ചെയ്തോളും. നമ്മൾ അത് കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. കൂടുതൽ അറിയണമെങ്കിൽ ഷോഡശ സംസ്കാരത്തിൻ്റെ അന്ത്യേഷ്ടി എന്ന് പറയുന്ന ഭാഗം പഠിച്ചാൽ മതി. അതിലെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഈ കാര്യത്തിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകേണ്ട. സംശയം ഇല്ലെങ്കിൽ നിങ്ങൾ
വലിയ വലിയ ക്രിയകൾക്കൊന്നും പോകണ്ട. പക്ഷേ നിങ്ങളുടെ ഒറ്റയ്ക്ക് ഒരു തീരുമാനമല്ലല്ലോ. ഒരച്ഛൻ്റെയും അമ്മയുടെയും ഒരു മകൻ ഇങ്ങനെ തീരുമാനിച്ചാൽ കാര്യം നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണ്. ആ അച്ഛന് സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, മക്കളുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ ഒരു അന്തക്ഷോഭമുണ്ടാക്കാതെ കാര്യങ്ങളെ ഒരു വിധത്തിൽ സമാധാനപൂർവ്വം ചെയ്യാൻ നോക്കുകയാണ് വേണ്ടത് എപ്പോഴും. പിന്നെ അച്ഛൻ്റെ വിൽപത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ അച്ഛൻ എഴുതി വച്ചിരിക്കുന്നു, എൻ്റെ ശരീരം ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് വിഷമിപ്പിക്കാതെ എന്നെ ആ ചിതയിലേക്ക് എടുത്ത് വെച്ച് ദഹിപ്പിച്ച് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അതെല്ലാവരും കൂടി അനുസരിച്ചോളണം. പിന്നെ അച്ഛൻ്റെ തീർപ്പ്. ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത് ജ്ഞാനത്തിൻ്റെതല്ല, ഇത് കർമ്മത്തിൻ്റെ വഴിയാണ്. ഈ കർമ്മത്തിൻ്റെ വഴിയിൽ അജ്ഞാനത്തിൻ്റെ ലോകത്തുള്ളവർക്ക് വേണ്ടി മാത്രമാണിത്, ജ്ഞാനത്തിൻ്റെ വഴിയിലുള്ളവർക്കല്ല ഉള്ളതല്ല. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ആ രീതിയിൽ മാത്രമേ മനസ്സിലാക്കാൻ പാടുള്ളൂ. ഇതിലൊക്കെ എങ്ങനെ വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താം. ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഓരോരോ കാലഘട്ടത്തിൽ ആചാര്യന്മാർ ആ കാലഘട്ടത്തിൻ്റെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർ എഴുതിത്തരുന്നതാണ്. പണ്ടുകാലത്ത് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ധർമ്മശാസ്ത്രം അതിനെ പരിഷ്കരിച്ചു കൊണ്ടിരിക്കും.